ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം 3യിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനായി തോന്നിയത് സഹദേവനെയാണ്. അത് കഴിഞ്ഞേ മോഹൻലാലിൻ്റെ ജോർജ് കുട്ടിക്കും സ്ഥാനമുള്ളൂ. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട സ്പോയിലർ അലർട്ടാണ്. ഈ സിനിമ കാണാത്തവർ ഇനി തുടർന്നുള്ള വീഡിയോ കാണുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണമെന്ന് മാത്രം. ദൃശ്യം 3യിലെ ഏറ്റവും വലിയ മണ്ടന്മാർ പോലീസുകാരും അതുപോലെ തന്നെ പ്രഭാകരുമാണ്. 2 കൊല്ലം കൊണ്ട് അയാൾ ഉണ്ടാക്കിയ ഒരു പ്ലാൻ, ഇത്രയും ഊള പ്ലാൻ ഒരു സിനിമയിലും സമീപകാലത്ത് കണ്ടിട്ടില്ല. രണ്ടാം ഭാഗത്തിൻ്റെ അവസാനം ജോർജ് കുട്ടി എന്നേക്കുമായി കുഴിച്ചു മൂടിയ വരുൺ പ്രഭാകർ കേസിന് ഒരു തുമ്പുണ്ടാക്കുന്നത് സഹദേവൻ എന്ന ബുദ്ധിമാനായ പോലീസുകാരനാണ്. സഹദേവൻ തൻ്റെ മകളിലൂടെ കുഴിവെട്ടുകാരൻ പത്രോസ് എന്ന വലിയ ലീഡിലേക്ക് എത്തുന്നുണ്ട്. നാടും വീടും വിട്ടുപോയ ഒരാൾ, അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ദൃശ്യം എന്ന നോവലിലെ വെറുമൊരു കഥാപാത്രമായി മാത്രം സമൂഹം കാണുന്ന ഒരാൾ. ജോർജ് കുട്ടി എന്ന ആളെ ഫോളോ ചെയ്തുകൊണ്ട് അയാളുടെ വീട്ടിൽ വന്ന പത്രോസിൻ്റെ മകളിലൂടെയാണ് സഹദേവൻ ഈ പത്രോസിലേക്ക് എത്തുന്നത്. അയാളുടെ മൊഴി പ്രകാരം ആരുടെ ബോഡിയാണ് ജോർജ് കുട്ടിക്ക് എടുത്തു കൊടുത്തത് എന്നറിയുന്നു. അയാളുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കുന്നു. അന്ന് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ബോഡി റിമെയിൻസുമായി അയാളുടെ മാതാപിതാക്കളുടെ DNA ഒത്തുനോക്കുന്നു, കൺഫേം ചെയ്യുന്നു. യെസ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് ലീഡ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയ ബോഡിയുടെ യഥാർത്ഥ DNA കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയ ബോഡി റിമെയിൻസ് വരുണിൻ്റെ അല്ല എന്ന് മാത്രമേ കോടതിക്കും പോലീസുകാർക്കും അറിയൂ. എന്നാൽ അത് ആരുടെ ആണെന്ന് DNA അടക്കം സഹദേവൻ കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരൊറ്റ തെളിവ് കോടതിയിൽ ഹാജരാക്കി അന്ന് ആ ബോഡി എടുത്തു കൊടുത്തത് ജോർജ് കുട്ടിക്കാണെന്നുള്ള കുഴിവെട്ടുകാരൻ പത്രോസിൻ്റെ മൊഴിയും മതി ജോർജ് കുട്ടിയെ കല്യാണ ദിവസം തന്നെ കസ്റ്റഡി എടുക്കാൻ. ആ പോലീസ് സ്റ്റേഷൻ്റെ പണി കഴിഞ്ഞ് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. മാത്രവുമല്ല 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ഒരു സ്ഥാപനത്തിലെ ഓഫീസിൽ നിന്നും പോലീസ് സ്റ്റേഷൻ്റെ മുഴുവൻ പണിയും പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷം മരിച്ച ഒരാളുടെ ബോഡി തറയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെ കിട്ടും? അതൊരിക്കലും സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ ഭൂമിക്കടിയിലൂടെ തുരങ്കമുണ്ടാക്കി അത് അവിടെ കൊണ്ടുവയ്ക്കണം. ഇനി അത് പോലീസുകാർ ദൃശ്യം നോവൽ വായിച്ച് ജോർജ് കുട്ടിയെ കൊടുക്കാൻ ചെയ്തതാണ്. പത്രോസിനെ കൊണ്ട് അന്ന് മരിച്ച വേറെ ഒരാളുടെ ബോഡി പോലീസ് തന്നെ എടുത്തുകൊണ്ട് വന്ന് അവിടെ നിന്നും കിട്ടുന്നതായി കാണിച്ചു എന്ന് പറയാൻ വരട്ടെ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? ഒരു ബോഡി റിക്കവർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഗസറ്റഡ് ഓഫീസറിൻ്റെ സാന്നിധ്യം, റിക്കവറിയുടെ നടപടിക്രമങ്ങൾ വീഡിയോ എടുക്കുക, ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഓരോ നടപടിക്രമങ്ങളും നടക്കുന്നത്. അവിടെ പണ്ടെങ്ങോ മരിച്ചുപോയ ഒരാളുടെ ബോഡി പോലീസ് തന്നെ കൊണ്ടുവന്ന് കുഴിയിൽ വെച്ച് ഫോട്ടോ എടുത്ത് കോടതിയിൽ കൊടുക്കാൻ ഒരു പോലീസുകാരും കഴിയില്ല. പിന്നെ വരുണിൻ്റെ ബോഡിയാണ് തപ്പുന്നത്. അവിടെ കഥ വായിച്ചു മറ്റൊരു ബോഡി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇട്ട് അതിൻ്റെ DNA നോക്കി അത് വരുണിൻ്റെ അല്ല എന്ന് ഒന്നും കൂടി കൺഫേം ചെയ്ത് ജോർജ് കുട്ടിക്ക് രക്ഷപ്പെടാൻ സൗകര്യം ഒരുക്കുന്നതല്ലല്ലോ പോലീസിൻ്റെ ഡ്യൂട്ടി. ഇവിടെയാണ് സഹദേവൻ്റെയും പുതിയ തെളിവിൻ്റെയും അതിൻ്റെ ശാസ്ത്രീയതയുടെയും പ്രസക്തി. ഒന്ന്, പോലീസ് സ്റ്റേഷൻ പണിത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം മരിച്ച ഒരാളുടെ ബോഡി 24 മണിക്കൂർ വർക്കിംഗ് ആയിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ നിന്നും കിട്ടില്ല എന്ന ലോജിക്ക് മതി അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ ബോഡി റിമെയിൻസ് അല്ല DNA എടുക്കാൻ കൊടുത്തതെന്ന് തെളിയിക്കാൻ. എങ്കിൽ അന്ന് കണ്ടെത്തിയ ആ ബോഡി റിമെയിൻസ് എവിടെ? അത് കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടാൽ ധൈര്യമായി പോലീസുകാർക്ക് ജോർജ് കുട്ടി ഉണ്ടാക്കിയ നോവൽ വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം കൊണ്ടുപോകാം. ആ നോവൽ എഴുതുവാൻ ജോർജ് കുട്ടി തന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് സായ് കുമാറിൻ്റെ വിനയചന്ദ്രൻ മൊഴി കൊടുത്താൽ മതി. ഇനി വിനയചന്ദ്രൻ കള്ളം പറയുകയാണെന്ന് ജോർജ് കുട്ടിയുടെ വക്കീലിന് കോടതിയിൽ വാദിക്കാം. എങ്കിലും മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് സെക്യൂരിറ്റിയുടെ മൊഴിക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ജോർജ് കുട്ടി കോട്ടയം എത്തിയ ദിവസങ്ങളിലെല്ലാം അയാളെ വിളിച്ചിട്ടുണ്ട്. ആ റെക്കോർഡുകൾ കോടതിയിൽ തെളിവായി കൊടുക്കാം. പിന്നെ പത്രോസിനെ ജോർജ് കുട്ടി സഹായിച്ചു എന്നതിന് സഹദേവൻ തെളിവുകൾ കണ്ടെത്തുന്നുമുണ്ട്. ആയതിനാൽ ജോർജ് കുട്ടിയാണ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ ബോഡി റിമെയിൻസ് മാറ്റി പുതിയ ഒരെണ്ണം വച്ചതെന്നും അത് മാറ്റിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് സ്റ്റോറിൽ നിന്നാണെന്നും സുഖമായി കണ്ടെത്താം. പിന്നെ വരുണിൻ്റെ എല്ലുകൾ ജോർജ് കുട്ടി ആസിഡ് ഒഴിച്ച് ദഹിപ്പിച്ചതിനാൽ അത് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ജോർജ് കുട്ടിയെ ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം. കോടതിക്ക് ജോർജ് കുട്ടി പറയുന്നത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാം. കുറ്റം തെളിഞ്ഞാൽ സാഹചര്യം, തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ വച്ച് ശിക്ഷയും മേടിച്ചു കൊടുക്കാം. എങ്കിലും സഹദേവൻ നടത്തിയ ഈ ബ്രില്യൻ്റ് അന്വേഷണം 4 ബ്രോക്കർമാരുമായി വന്ന് പൊട്ടിച്ച് കയ്യിൽ കൊടുത്ത പ്രഭാകർ അദ്ദേഹത്തിന് നമോവാകം. ജോർജ് കുട്ടി പണ്ടേ ബുദ്ധിമാനാണ്, പെടും എന്ന് മനസ്സിലായി. അതുകൊണ്ട് പോലീസിനെയും പറ്റിച്ച് 5 വർഷം ശിക്ഷ കിട്ടാവുന്ന ചാർജ് ഷീറ്റ് എഴുതി സ്വയം കീഴടങ്ങി. എന്തായാലും ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് സിനിമ OTT റിലീസായതിനു ശേഷം നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.